ഡ്രസ് എങ്ങനെയുണ്ട്? വെറൈറ്റി ആണെന്ന് തോന്നുന്നു. എടുത്താലോ? നിനക്ക് ഇഷ്ടമായെങ്കിൽ എടുത്തോ, നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാമായോ? അയ്യോ, ഇത് മറന്നു. നിൽക്ക്, ഞാൻ നോക്കട്ടെ. ഇത് ഇത് സഞ്ജു അല്ലേ? ഇവൻ ബിസിനസ് സ്റ്റോറിലാണെന്നല്ലേ പറഞ്ഞേ? അപ്പോ ഈ നിൽക്കുന്ന പെണ്ണും കുട്ടിയും ആരാണ്? പപ്പ? ഇവൻ എന്റെ മോളെ ചതിക്കുകയായിരുന്നു. ഈ നായിന്റെ മോളിന്ന് ഞാൻ വേണ്ട. ഇപ്പൊ ചെന്ന് ബഹളം ഉണ്ടാക്കിയ ഇവൻ എന്തെങ്കിലും നുണ പറഞ്ഞ് രക്ഷപ്പെടും. തെളിവ് വേണം. പ്രിയയോട് ഞാൻ ഇത് എങ്ങനെ പറയും? അവൾ ഇവനെ എത്രമാത്രം വിശ്വസിച്ചതോ. അവളെ ചതിക്കുമായിരുന്നല്ലോടാ നീ. നിന്നെ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാനാ കൂടുതൽ വിളിച്ചേ. നീ എന്ത് കണ്ടു നിൽക്കുവാ? എനിക്ക് പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാനിപ്പോ വരാം. പ്രിയ, സഞ്ജു എവിടെ പോയെന്നാ നീ പറഞ്ഞത്? ബിസിനസ് ടൂർ. അപ്പൊ ഇതാരാ? നീ ആർക്ക് വേണ്ടിയാ ഈ നുണകളൊക്കെ പറയുന്നേ? അവൻ നിന്നെ എങ്ങനെയാ ചതിക്കുന്നതെന്ന് നോക്ക് നീ. ഞാൻ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടതാ. ബിസിനസ് ടൂർ എന്ന് പറഞ്ഞ് അവൻ മറ്റൊരു പെണ്ണിന്റെ കൂടെ ഷോപ്പിംഗ് നടത്തുന്നത് കണ്ടിട്ട് വരുവാന്. നീ ഇതൊന്നും അറിയുന്നില്ലേ പ്രിയ? എനിക്കറിയാം. എന്താ? അടിപൊളി. എത്രത്തോളം അറിയാം? എത്രത്തോളം അറിയാം നിനക്ക്? പറ. അത് അവന്റെ എക്സ് ആണ്, ടെസ. ഓഹോ, അവന് ഒരു കുട്ടിയുള്ള കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? കുട്ടിയോ? ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്ക്. ഇതാണോ പ്രിയ സ്നേഹം? എന്റെ മോളെ, എനിക്ക് ഇതൊന്നും കാണാൻ വയ്യ. നീ വാ, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി ഒരു നിമിഷം പോലും ആ ചെറ്റിയുടെ വീട്ടിൽ നിന്ന് നിൽക്കണ്ട. വേണ്ട പോളേട്ടാ, ഒരു ദിവസം കൂടി ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ അങ്ങ് വന്നോളാം. നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത് പ്രിയ? എന്നെ കണ്ടിട്ട് അറിഞ്ഞിട്ടോ ഇനി എന്തിനാണല്ലേ കടിച്ചു തോന്നി നിൽക്കുന്നേ? പോളേട്ടാ, ഇത് ഞാൻ തുടങ്ങി വെച്ച ജീവിതമാണ്. എനിക്ക് അവനോട് അവസാനമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം. നിന്നെ വിശ്വസിച്ച് മാത്രം വരാൻ പോകുന്നേ. എത്രയും വേഗം നീ തിരിച്ചു വരണം, മനസ്സിലായോ? സഞ്ജു, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാമോ? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. ഞാൻ ടയേർഡാണ്. ഒരു മിനിറ്റ് മതി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 82 ദിവസമായി. ഈ 82 ദിവസത്തിനുള്ളിൽ ഞാനും നീയും ഒരുപാട് അകന്നു കഴിഞ്ഞു. എനിക്കറിയാം ടെസ നിന്നെ തേടി തിരിച്ചു വന്ന കാര്യം. പ്രിയ, നീ എന്തുകൊണ്ടാ പറയാതിരുന്നേ സഞ്ജു? നിനക്കൊരു കുട്ടിയുള്ള കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നേ? നീ മറച്ചു വെക്കാതെ എന്നോട് പറയണമായിരുന്നു. നിന്റെ സന്തോഷമല്ലേ എനിക്ക് വലുത്. അല്ലെങ്കിലും നിന്റെ ശരിക്കുള്ള അവകാശി നിന്നെ തേടി വന്ന ഞാൻ മാറി തന്നല്ലേ പറ്റൂ. ഇപ്പൊ എനിക്കൊരു ഫാമിലി ഉണ്ട്, കംപ്ലീറ്റ് ഫാമിലി. അവളോടൊപ്പമുള്ള ജീവിതമല്ലേ നീ കൊതിച്ചത്? നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരുക. പ്രിയ, നീ വിചാരിക്കുന്ന പോലെ അല്ല. പ്ലീസ് ജസ്റ്റ് ലിസൺ ടു മീ. നോ സഞ്ജു, നോ. പറയാനും നിൽക്കാനുള്ള സമയമൊക്കെ അവസാനിച്ച്. നീ ആ ലൈഫാണ് ഡിസേർവ് ചെയ്യുന്നത്. അല്ലേലും ഈ അനാഥ പെണ്ണ് ഒരുപാടൊന്നും കൊതിക്കരുതായിരുന്നു. പ്രിയ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മതി, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എന്റെ ജീവനേക്കാളേറെ. ഈ മാരേജ് അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. സാരമില്ല. നോ, പ്ലീസ്, നോ. ഇത്രയും നാൾ ഞാൻ എന്റെ വേദന ഉള്ളിൽ വെച്ച് സന്തോഷം അഭിനയിച്ചു. ബട്ട്
ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. സോറി. പ്രിയ, എന്നെ അങ്ങനെ വിളിക്കരുത് പ്ലീസ്. ഇന്നു മുതൽ നീ ഫ്രീ ആണ്. നിന്റെ ടെസ്സയോടും കുട്ടിയോടും കൂടെ നിനക്ക് സന്തോഷമായി ജീവിക്കാം. എന്നെ എങ്ങനെ ഒഴിവാക്കാമെന്നോർത്ത് നീ ഇനി ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇനി നിന്റെ ലൈഫിലേക്ക് വരില്ല. ഇതാണ് നമ്മൾ ഒരുമിച്ചുള്ള ലാസ്റ്റ് ഡേ. പ്രിയ, നോ. പ്രിയ, സിബി, സിബി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തു പറ്റി പ്രിയ? നിന്റെ സൗണ്ട് എന്താ വല്ലാതെ? നീ കരയുവാണോ? എനിക്ക് ആരെങ്കിലും കൂടെ ഉണ്ടാവണം തോന്നുക. നീ ഒന്ന് വരൂ. നീ വെയിറ്റ് ചെയ്, ഞാൻ ദാ വരുന്നു. പ്രിയ, ഇതെന്താ നിന്റെ രൂപം ഇങ്ങനെ? എന്തു പറ്റി നിനക്ക്? പറ മോളെ, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല സിബി. സഞ്ജുവിനെ ചീറ്റ് ചെയ്യുമായിരുന്നു. അയ്യോ, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ഇത്ര സന്തോഷത്തിലായിരുന്നു. നീ വാ, ഞാൻ സംസാരിക്കാം അവനോട്. വേണ്ട സിബി, അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. പ്രിയ, നീ ഇങ്ങനെ കരഞ്ഞ എനിക്കൊന്നും മനസ്സിലാവില്ല. അവൻ നിന്നെ അടിക്കുകയോ മറ്റോ ചെയ്തോ? അടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദന തോന്നില്ലായിരുന്നു സിബി. അവൻ എന്നെ ജീവനോടെ കൊല്ലുമായിരുന്നു. അവന് മറ്റൊരു ബന്ധമുണ്ട് സിബി. അവൻ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു. എന്താ? മറ്റൊരു പെണ്ണ്? ചീറ്റ്? നീ എന്തൊക്കെയാ പറയുന്നേ? അതെ സിബി, അവന്റെ എക്സ് ടെസ്സ തിരിച്ചു വന്നു. നിനക്കറിയാം, അവൻ ഒരു കുഞ്ഞുണ്ട്. ഇന്ന് പോളേട്ടൻ അവർ ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടു. ഒരു ഫാമിലിയായി അവർ അവിടെ ഷോപ്പിംഗ് നടത്തുമായിരുന്നു. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വിഷമിക്കുമ്പോ അവൻ അവിടെ ആഘോഷിക്കുമായിരുന്നു. ഞാനിപ്പോ വരാം. എനിക്ക് ആ തെണ്ടിയെ ഇപ്പൊ കാണണം. നോ സിബി, വേണ്ട. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചാ ഞാനീ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ ആരും ഒന്നും അവനോട് സംസാരിക്കാൻ നിൽക്കണ്ട. എല്ലാം കഴിഞ്ഞു. മോളെ, നീ ചെയ്തത് ശരിയാ. ആ ചെട്ടിയുടെ കൂടെ ഒരു നിമിഷം പോലും നീ ഇനി ജീവിക്കരുത്. അവൻ നിന്നെ അർഹിക്കുന്നില്ല. നിന്റെ ഈ കണ്ണുനീരിന് അവൻ മറുപടി പറയേണ്ടി വരും. പ്രിയ, അപ്പോൾ നീ വന്നത് നന്നായി. ഇവളെ നിന്നെ ഏൽപ്പിക്കുക. ഇവൾക്കിപ്പോ കുറച്ച് സമാധാനമാണ് ആവശ്യം. പിന്നെ ഞാൻ കാരണമാ ഇവൾക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായി. അതിന് എത്ര സോറി ചോദിച്ചാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സോറി എല്ലാത്തിനും. മോളെ, ഇത് നിന്റെ പുതിയൊരു തുടക്കമാണ്. കഴിഞ്ഞതെല്ലാം മറന്നേക്ക്. അവിടെ ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നിനക്ക് എല്ലാ ഹെൽപ്പും അവിടെ കിട്ടും. ഞാൻ ട്രൈ ചെയ്യാൻ പോളേട്ടാ. ബട്ട് ഈ നാട്ടിൽ ഞാൻ ബാക്കി വെച്ച ഓർമ്മകൾ അത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഓർമ്മകൾ ഒരു ഭാരമായി കൊണ്ട് നടക്കുന്ന കൊണ്ടാണ് നീ ഇപ്പോഴും ഓക്കെ ആവാത്തത്. അവിടെ ചെന്നാ നീ ആദ്യം ഒരു ഡോക്ടറെ കാണണം. നിന്റെ ഡിപ്രഷൻ മാറ്റണം. മനസ്സിലായോ? ധൈര്യമായിട്ട് പോകും. പ്രിയ, നീ പോയല്ലേ? നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. നീ പറഞ്ഞത് ശരിയാ. ഞാൻ നിന്നെ ചതിക്കുമായിരുന്നു അല്ലേ? അതെ, ഞാൻ ചതിക്കുമായിരുന്നു. എനിക്കവരെ വേണമായിരുന്നു. പക്ഷെ എനിക്ക് നിന്നെയും വേണമായിരുന്നു. പ്രിയ, നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തത് വലിയ തെറ്റാ. ഞാൻ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തേ, നീയും. പോട്ടെ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? നീ എങ്ങോട്ടാ പോയ പ്രിയ? അവളെവിടെ? എനിക്കറിയാം നീ അവളെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്. എല്ലാം ചെയ്തിട്ട് നിന്ന് ചിലക്കുന്നാണോ?
പ്രിയയെ എനിക്ക് ഒളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. അവൾ അങ്ങനെ പോകില്ല. നീ എന്തോ ചെയ്തു. മിണ്ടാതെ പോ സഞ്ജു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുവാ ഞാൻ. സിബി, ഞാൻ Shut up. പ്രിയ നിന്നെ എത്ര ട്രസ്റ്റ് ചെയ്തിരുന്നെന്ന് നിനക്കറിയോ? നീ എന്നിട്ട് എന്താണ് ചെയ്തേ? ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞിട്ട് ഇപ്പൊ അവളെ തേടി അലഞ്ഞു നടക്കുന്നു. നിനക്ക് നാണമില്ലേ? ഓഹോ, ഇപ്പൊ ഞാൻ മാത്രം തെറ്റുകാരൻ അല്ലേ? സഞ്ജു, നിനക്ക് ഫുൾ സ്റ്റോറി അറിയില്ല. ഇറങ്ങിപ്പോടാ. എനിക്കൊന്നും കേൾക്കണ്ട. പ്രിയയെ കുറിച്ച് ഒരു വാക്ക് നീ വേണ്ടിയാ. ഇറങ്ങിപ്പോടാ. പ്രിയമോളെ, ഇവിടെ ആരും ഇല്ലേ? ഇതെന്താണ് ഈ കോലം? അവളെന്തേ? ഇതെന്താ? നീ കുടിക്കുമായിരുന്നു? നീ എന്തേ? സഞ്ജു, എഴുന്നേൽക്ക്. എഴുന്നേൽക്കടാ. എന്താ ഇവിടെ നടക്കുന്നേ? എന്റെ മോളെവിടെ? അവള് പോയി ചാച്ചാ. പോയോ? എങ്ങോട്ട്? എന്തിന്? നീ അവളെ എന്തെങ്കിലും ചെയ്തോടാ? പറ. ഞാൻ ചീറ്റ് ചെയ്തു. ടെസ, എനിക്കൊരു കുഞ്ഞുണ്ട് അവളെ. എന്റെ തമ്പുരാനെ, ഞാൻ എന്തായി കേൾക്കുന്നേ? എന്തിനായിരുന്നു സഞ്ജു ഈ ചതി? ആ പാവം നിന്നെ വിശ്വസിച്ച് ഈ പടി കടന്ന് വന്നത് നിന്റെ ഈ വേഷം കെട്ടുകൾ സഹിക്കാനായിരുന്നോ? അമ്മേ, ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ കേൾക്കാതെ? അവൾ എന്നോട് ചെയ്തത്. മിണ്ടരുത്. നിനക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ നിമിഷം അവൾ അനുഭവിച്ച വേദനയെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവും എന്റെ പൊന്നുമോളെ. എനിക്ക് തെറ്റ് പറ്റി ചാച്ച. നിനക്ക് എങ്ങനെ തോന്നി സഞ്ജു? അവൾ ഒരു അനാഥയാണെന്ന് അറിഞ്ഞിട്ടും അവളെ വീണ്ടും നീ ദ്രോഹിച്ചല്ലോടാ മഹാപാപി. ആലിസെ, ഇറങ്ങ്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഇങ്ങനൊരു മകൻ ഉണ്ടായിപ്പോയതിൽ എനിക്ക് നാണം തോന്നുന്നു. അവൾ ഈ വീടിന്റെ വിളക്കായിരുന്നു. അതാണ് നീ ഊതിക്കെടുത്തിയത്. ഓർത്തോ? അമ്മേ, എന്നെ ഒറ്റക്കാക്കി പോവല്ലേ പ്ലീസ്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞ്. മോനെ, ആലിസെ, നിന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞേ? അവനിപ്പോ ഒരു കുടുംബമുണ്ട്. നമ്മുടെ ആരുടെയും ആവശ്യം അവനില്ല. സഞ്ജു, എത്ര ദിവസമായി ഞാൻ നിന്നെ വിളിക്കുന്നു. നീ എന്താ കോൾ എടുക്കാത്തെ? കുഞ്ഞ് എത്ര ദിവസമായി നിന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുവാണെന്നറിയോ? ആര് വേണമെങ്കിലും പൊക്കോട്ടെ. നിനക്ക് ഞാനില്ലേ? മോനില്ലേ? നമുക്ക് നമ്മുടെ ലൈഫ് നോക്കിയേ പോരെ സഞ്ജു. വാ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. ആ ന്യൂ പ്രോജക്ട് ഇനിയും അത് ഡിലേ ആക്കാൻ പറ്റില്ല സർ. അവരുടെ ഭാഗത്തു നിന്ന് മെയിൽ വന്നായിരുന്നു. അവർ ഇവിടെ എത്തിയാൽ ഉടനെ ആ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യണമെന്ന് ഇൻഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫിക്സ് ഇറ്റ്. യാ സഞ്ജു, ബിസിയാണോ? അത് കുഴപ്പമില്ല, പറയൂ. കുഞ്ഞ് നിന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുവാ. കുറച്ച് ദിവസമായി. ഇന്ന് വരാവോ അവനെ കാണാൻ? ഓക്കെ, വൈകിട്ട് വരാം. എത്ര ദിവസമായി ഞാൻ കണ്ടിട്ട്. ഞാൻ കുറച്ച് ബിസി ആയി പോയി മോനു. അപ്പയ്ക്ക് എവിടെ താമസിച്ചൂടെ? മമ്മിയുടെ എന്റെ കൂടെ. അപ്പ നോക്ക്, ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ഓ റിയലി നൈസ്. അപ്പ നാളെയും വരണേ. ഐ വിൽ ട്രൈ. സഞ്ജു, പ്ലീസ് ഒന്ന് നിൽക്ക്. നീ എന്താ സഞ്ജു വന്ന ഉടനെ ഇങ്ങനെ തിരിച്ചു പോകുന്നേ? നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്ലാൻ ചെയ്തത്. നിനക്കിപ്പോ ഒന്നിനും നേരമില്ല. എപ്പോ നോക്കിയാലും വർക്ക്, എപ്പോഴും. കുഞ്ഞിനെ കാണാൻ വരാമെന്ന് പറഞ്ഞു, വന്നു, കണ്ടു. ലേറ്റ് ആയി. ഐ ഹാവ് വർക്ക്.
നോക്ക്, നീ കണ്ടായിരുന്നോ ആ പുതിയ കമ്പനിയുടെ സിഇഒയെ? എന്റെ മോളെ, എന്താ ഒരു ലുക്ക്. മോളെ, ഓവർ എക്സൈറ്റഡ് ആവണ്ട. അതെന്താ നീ അങ്ങനെ പറയുന്നേ? നീ അങ്ങേരുടെ കൂടെ പോയ പിയെ കണ്ടായിരുന്നോ? അവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നാണ് റൂമേഴ്സ് പറയുന്നത്. സർ, the meeting is ready. Come in. Let's go. Let's go. Let's go. Let's go. Let's go. Vivek. And this is my PA, Priya. Sit. നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയെന്ന് തോന്നുന്നു. We understand each other's work style. Yeah, I can see that. പ്രിയ, നീ ഒന്ന് പോയി കുറച്ച് റിലാക്സ് ചെയ്തോ. Grab a coffee or something. I will join you. ഓക്കെ. Hey Priya, യെസ് സാർ. so you're working with him now. യെസ് സാർ. കണ്ടിട്ട് നിങ്ങൾ നന്നായിട്ട് സെറ്റായ പോലെ തോന്നുന്നുണ്ടല്ലോ. ഐ എം ഡൂയിങ് മൈ ജോബ് സർ. Just work or more than that? സർ പ്ലീസ്, ഓഫീസ് മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അവനറിയോ എന്ത്? about us? ഓഹോ, അപ്പൊ എന്റെ അടുത്തൊന്ന് ഇറങ്ങിപ്പോയത് ഇതിനായിരുന്നല്ലേ? ഹു ആർ യു? നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ മിസ്റ്റർ സഞ്ജയ്? ഓ, നൈസ് ആക്ടിങ്, ഇംപ്രസീവ്. നിങ്ങൾ എനിക്കൊരു സ്ട്രേഞ്ചർ മാത്രമാണ്. നിനക്ക് എന്റെ ലൈഫിനെ കുറിച്ച് ചോദ്യം ചോദിക്കാനുള്ള ഒരു റൈറ്റ്സും ഇല്ല, മനസ്സിലായോ? ഇത്രയും നാൾ എങ്ങനെയാണോ ലൈഫ് പോയത് അതുപോലെ തന്നെ മതി ഇനിയും. ഞാൻ ഇവിടെ വന്നത് നിന്നെ കാണാനൊന്നും അല്ല. ഐ എം ഹിയർ ബിക്കോസ് ഓഫ് മൈ ജോബ്. അല്ലാതെ നിന്നെ പേടിച്ച് ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ ഇവിടെ പ്രിയ? എവറിത്തിങ് ഓക്കെ? യാ. മിസ്റ്റർ സഞ്ജയ്, നിങ്ങൾ എന്താണ് എന്റെ പിയോട് സംസാരിച്ചത്? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരണോ? വാട്ട് എവർ. എന്റെ പിയോട്, അതായത് ഇവളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രിയ, ലെറ്റ്സ് ഗോ. സഞ്ജു, വാട്ട് ഈസ് ദിസ്? നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? മതി, നിന്നോട് ആരും ഇവിടെ വരാൻ പറഞ്ഞേ? ഓ, ജസ്റ്റ് ലീവ് മീ അലോൺ. സഞ്ജു, പ്ലീസ് ഒന്ന് മതിയാക്കൂ. എന്നെ ശല്യപ്പെടുത്താതെ പോകാൻ. പ്രിയ, പ്ലീസ്, എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കണം. ആൻഡ് ഐ നീഡ് ആൻസേഴ്സ്. നീ എന്തിനാ ഇവിടെ വന്നേ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നോ, നമുക്കിടയിൽ ഒന്നും സംഭവിക്കാത്ത പോലെ പോവാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഓൾറെഡി പോയതാണ് മിസ്റ്റർ സഞ്ജയ്. 2 years ago ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ദയവ് ചെയ്ത് എന്റെ ലൈഫിലേക്ക് വരരുത്. Yeah, I can see that.
അവന്റെ കൂടെ വരുന്നു, പോകുന്നു, വർക്ക് ചെയ്യുന്നു, തൊട്ടുരുമി നിൽക്കുന്നു. വിവേകിനെ ഇതിലേക്ക് വലിച്ചിടണ്ട. വൈ നോട്ട്? അവന് പറയുമ്പോ നിനക്ക് കൊള്ളുന്നത് എന്തിനാ? അവൻ നിന്റെ ആരെങ്കിലും ആയോ? നിന്റെ സംസാരം കേട്ടാ ഞാൻ നിന്നെ ചതിച്ചിട്ട് പോയ പോലെയാണല്ലോ. എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഇനി ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാലുണ്ടല്ലോ. വന്നാ നീ എന്ത് ചെയ്യും? ലീവ്. ഇത് വഷളാവുന്നതിന് മുന്നേ എന്റെ മുന്നിൽ നിന്ന് പൊക്കോ. ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, നല്ല തിരക്ക് കാണും. എന്നെ ഇങ്ങനെ കാണുമ്പോ നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടല്ലേ? ഇതല്ലേ നിനക്ക് വേണ്ടിയിരുന്നത്? ഞാൻ ഇങ്ങനെ ബ്രോക്ക് ആവണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്? Stop it. നിനക്ക് വേണ്ടതല്ല നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? എന്നെ ഒന്ന് വെറുതെ വിടും പ്ലീസ്. നീ ആരാന്നാണ് നിന്റെ വിചാരം? അവളുടെ ഓഫീസിൽ പോയി അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് എന്തിനാണ്? നിനക്കായ അവളുടെ ലൈഫിലേക്ക് വീണ്ടും കയറാൻ അനുവാദം തന്നെ? നീ ആരാ അവിടെ ചെന്ന് അവളോട് തട്ടിക്കയറാൻ? മൈൻഡ് യുവർ വേർഡ്സ് സിബി. നീ ഒന്ന് കേട്ടോ, ഇനി അവളുടെ ജീവിതത്തിൽ വലിഞ്ഞു കയറാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഇനി അങ്ങനെ എങ്ങാനും ശ്രമിച്ച ഞാൻ സൈലന്റ് ആയിരിക്കുമെന്ന് വിചാരിക്കണ്ട. ഓ റിയലി? നിങ്ങൾ എല്ലാരും എന്താ എന്നെ മാത്രം കാണുന്നേ? നിങ്ങൾ എല്ലാരും എന്താ ഞാൻ ചെയ്തത് മാത്രം പറയുന്നേ? എല്ലാവർക്കും അത് മാത്രമല്ലേ അറിയൂ. ബട്ട് എനിക്കറിയാം അവൾ എന്നോട് ചെയ്തത് എന്താണെന്ന്. എനിക്കൊന്നും കേൾക്കണ്ടടാ. നീ അവളെ ദ്രോഹിച്ചിടത്തോളം മതിയാക്കിക്കോ സഞ്ജു. നോ, അവൾ എനിക്ക് എന്തായിരുന്നെന്ന് എനിക്കറിയാം. ഐ നീഡ് ഹെർ, ഐ വാണ്ട് ഹെർ. നിനക്കവളെ വേണമല്ലേ? ഗോൺ. പക്ഷേ ചിലപ്പോ നീ ജീവനോടെ ഉണ്ടാവില്ല. അവളുടെ അടുത്ത് നീ എത്തിയ ആ നിമിഷം ഞാൻ തന്നെ നിന്നെ കൊല്ലും. പന്നി. നീ എന്തിനാ ഇങ്ങനെ ഡെയിലി ഇവിടെ കയറി ഇറങ്ങുന്നത്, എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്? എല്ലാം പറഞ്ഞ തീർത്തിട്ടല്ലേ നിന്റെ ലൈഫിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുന്നത്? ഐ ആം നോട്ട് ഓക്കേ വിത്ത് ദിസ്. പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണേ. നോ, എന്റെ ലൈഫിന് നീയുമായി ഒരു ബന്ധവുമില്ല. നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് മാത്രമാണ്, അല്ലാതെ പഴയ കഥകൾ എണ്ണി പെറുക്കാനല്ല. ഇതിനകത്തോട്ട് ഒരു ഇമോഷൻസും വാരിയിടണ്ട. അറ്റ്ലീസ്റ്റ് ഒരു 5 minutes let me explain. ഐ ഡോണ്ട് നീഡ് യുവർ എക്സ്പ്ലനേഷൻ. അപ്പോ അങ്ങനെയാണ്? നിനക്കൊന്ന് കേൾക്കാൻ പോലും വയ്യ. നിനക്ക് അവന്റെ കൂടെ ജീവിക്കണം, അതല്ലേ നീ എനിക്ക് ഒരു അവസരം പോലും തരാത്തെ? Yeah, that's my decision. My life. Who are you? ഞാൻ അതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? എന്റെ ലൈഫിന് എന്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ഞാനാണ്. നിന്റെ കാര്യത്തിൽ ഇപ്പോൾ അത് ഞാൻ തന്നെയാ. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? നീ ഇങ്ങനെ ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ വരും, നിന്നെ കാണും, മനസ്സിലായോ? ഞാൻ ഇടപെടണം? വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഇതിപ്പോ ഒരുപാടായി. ഇത്രയും ഡേയ്സ് ആയിട്ട് അവൻ വന്നോണ്ടിരിക്കുക. ക്ലിയർലി അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്കൊരു ചാൻസ് കൊടുത്തൂടെ പ്രിയ? ചാൻസ്? ഇമ്പോസിബിൾ. എനിക്ക് അങ്ങനെ ഒരു അവസരം പാസ്റ്റിൽ കിട്ടിയിട്ടില്ല വിവേക്. പിന്നെ ഞാൻ എന്തിനു കൊടുക്കണം? എനിക്ക് പറയാനുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കേൾക്കാൻ ആർക്കും ടൈം ഉണ്ടായിരുന്നില്ല. ഒരു ചാൻസ് പോലും എനിക്ക് തന്നില്ല. ഇപ്പോ അവൻ വരുമ്പോ ഞാൻ അവന് ചാൻസ് കൊടുക്കണം അല്ലേ? ലേറ്റ് ആയിപ്പോയി വിവേക്. ചില കാര്യങ്ങൾക്കും ചില വ്യക്തികൾക്കും പിന്നീട് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാവില്ല. പ്രിയ, സെബി, ഞാൻ നിന്നോടൊരു കാര്യം പറയാനാ വന്നേ. സഞ്ജുവിന്റെ ചാച്ചനും അമ്മയും എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. നീ നാട്ടിലെത്തിയത് എങ്ങനെയോ അറിഞ്ഞു അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. അത് നിന്നോട് പറയാനാ ഞാൻ വന്നേ. സെബി, അത് കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ? യെസ്, ബട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയ നിന്നെ കാണാൻ. പാവം, അവരുടെ നിസ്സഹായ അവസ്ഥ കാണുമ്പോ. അല്ലെങ്കിൽ തന്നെ അവരോട് ഞാൻ എന്തിന് അകൽച്ച കാണിക്കണം? അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് പോണം, എനിക്കും കാണണം അവരെ. എനിക്ക് സന്തോഷായി പ്രിയ. എന്റെ പ്രിയ മോളെ, അമ്മയോട് ക്ഷമിക്കും മോളെ. മോളെ വാ, ഇവിടെ വന്നിരിക്കെ. നിനക്ക് ഞങ്ങളോട് ദേഷ്യം ഉണ്ടെന്നറിയാം, എങ്കിലും നീ വന്നല്ലോ മോളെ. മോളെ, ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞങ്ങളെ ഒന്ന് അറിയിക്കാതിരുന്നത് എന്താ നീ? നിങ്ങളും കൂടി വേദനിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാ എന്റെ പൊന്നു മോളെ.
ഞങ്ങളെ പോലും അറിയിക്കാതെ നീ ഇവിടുന്ന് പടി ഇറങ്ങിയത് ഓർക്കുമ്പോ ഈ നിമിഷവും എന്റെ ചങ്ക് വേദനിക്കുവാ മോളെ. അമ്മേ, ഞാൻ പോകാൻ ആഗ്രഹിച്ചതല്ല. അറിയാം, എല്ലാം അവന്റെ തെറ്റാ. ഞങ്ങളും അവനെ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. ഞാൻ ആരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല ചാച്ച. പക്ഷെ അന്ന് ഞാൻ ഒറ്റയ്ക്കായല്ല അനുഭവിച്ചേ. അത് മാത്രം എനിക്ക് എത്ര ശ്രമിച്ചിട്ട് മറക്കാൻ പറ്റുന്നില്ല. എന്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയതിൽ ഞങ്ങൾക്കും പങ്കുണ്ട്. എത്ര ക്ഷമ പറഞ്ഞാലാ അതൊന്നും തീരുക എന്നറിയില്ല. അമ്മേ, നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞു. ഞാൻ നിങ്ങളെ എന്റെ മനസ്സിൽ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്താ കണ്ടിരിക്കുന്നത്. അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. എന്തായാലും ഇനി 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി. എനിക്ക് കണ്ണ് നിറച്ച് നിന്നെ കാണണം. അമ്മേ, അത് ഒന്നും പറയണ്ട. ആ പിന്നെ മോളെ, ഇതൊക്കെ ആരാ? ആ അമ്മേ, ഇത് എന്റെ ചേട്ടനെ പോലെ ഞാൻ കരുതുന്ന ആളാ. അല്ല, ചേട്ടൻ തന്നെയാ, പോളേട്ടൻ. ഇത് വിവേക്. ഈസ് മൈ ബോസ് ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. എന്റെ മോളുടെ നിസ്സഹായ അവസ്ഥയിൽ കൈ പിടിച്ചവരല്ലേ നിങ്ങൾ. ഒത്തിരി നന്ദി. അല്ല, സിബിയെ കണ്ടില്ലല്ലോ, അവനെവിടെ പോയി? സിബി എന്തോ അത്യാവശ്യമുണ്ട്, പിന്നെ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ആ വന്നോളൂ. ശരി മോളെ, നീ ഇവരൊക്കെ ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കേ. സിറ്റി ലൈഫിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. നിന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആകും. അതെ മോളെ, അപ്പോഴേക്കും ഞാൻ ഊണിലുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇത്ര പെട്ടെന്ന് അവർ തിരിച്ചു വന്നോ? നീ എന്താ ഇവിടെ? ഇവരെയും കൊണ്ട് എന്തിനിവിടെ വന്നു? എനിക്ക് നിന്നെ കാണണ്ട. ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ. അമ്മേ പ്ലീസ്, നിനക്ക് നാണമില്ലേ ഇവിടെയും കൊണ്ട് ഇവിടെ വരാൻ? ഈ കുഞ്ഞിനോട് ഞങ്ങൾക്ക് വേറെ മുഖം കാണിക്കാൻ കഴിയില്ല. കാരണം അത് ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബട്ട് നീയും ഇവളും ഈ നിമിഷം തന്നെ വന്ന പോലെ തിരിച്ചു പോകും. അത് കൊള്ളാമല്ലോ. ഞാൻ ആദ്യമായിട്ടാ സ്വന്തം മകനോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പാരന്റ്സിനെ കാണുന്നേ. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരുടെ കൂടെ നിൽക്കുന്നവരാ പാരന്റ്സ്. ഇതെന്താ ഇങ്ങനെ? നിനക്കാരാ ഇവിടെ സംസാരിക്കാൻ അനുവാദം തോന്നി? പിന്നെ എന്റെ മകനെ തെറ്റ് ചെയ്താ ശിക്ഷിച്ചാ ഞങ്ങൾ വളർത്തിയേ. അല്ലാതെ തെറ്റ് ചെയ്ത അവന്റെ പാപം ന്യായീകരിക്കാൻ ഞങ്ങൾക്കാവില്ല. മിണ്ടാതിരിക്കും, നീ ഇതിൽ ഇടപെടണ്ട. ഇത് സഞ്ജുവിനും കൂടി അവകാശപ്പെട്ട വീടാണ്. ഇവിടെ നിറങ്ങിപ്പോകാൻ പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. Please stop it. ഇവനെന്താ ഇവിടെ? ഓ, അപ്പൊ ഏതായിരുന്നു ഞങ്ങളെ പറഞ്ഞുവിടാൻ ഇത്ര തിടുക്കം? അമ്മേ, ഇതെന്താ ഇത്? ഇവൻ ഇവിടെ വരുമെന്ന് അറിയാമെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഇവിടെ വരില്ലായിരുന്നു. ഈ ഷോ ഒന്നും കാണാൻ എനിക്ക് ആഗ്രഹമില്ല. ഓഹോ, നീ എന്താ മദർ തെരേസ കളിക്കുവാണോ? അവളെ ദ്രോഹിക്കാവുന്നതിന്റെ അപ്പുറം നോവിച്ചു. അവളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കി. എന്നിട്ട് നിന്റെ എക്സിന്റെ മുൻപിൽ ഇട്ട് കൊടുത്തിട്ട് അവളുടെ വായിൽ വരുന്ന ദുഷിച്ച വർത്തമാനം കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുവാണല്ലേടാ നീ? ആ, നിങ്ങൾ ആരാ എന്റെ സഞ്ജുവിനെ അടിക്കാൻ? ഇത് സഞ്ജുവിന്റെ വീടാ. ഇവിടെ വലിനിങ്ങനെ വന്നിട്ട് അവനെ അടിക്കുന്നോ? നീ എന്തിനാണ് തിരിച്ചു വന്നേ? ഇവിടെ തിരിച്ചു പിടിക്കാനാണോ? തിരിച്ചു പിടിക്കാനോ? ലുക്ക്, നീ എന്ത് ചിന്തിക്കുന്നോ എന്ത് കരുതുന്നോ എന്നത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ പണ്ടേ ഒഴിഞ്ഞു പോയതാണ്, മനസ്സിലായോ? പിന്നെ വല്ലവരുടെയും ലൈഫിലേക്ക് ഇടിച്ചു കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം എനിക്കില്ല. അതെനിക്കിഷ്ടവുമല്ല. നീ അത് എന്നെ കുത്തിപ്പാനതല്ലേടി? മിണ്ടാതിരിക്കും. എന്തിനാണ് മിണ്ടാതിരിക്കാൻ പറയുന്നേ? നീ ചെയ്തു കൂട്ടിയ വൃത്തിയുടെ അത്രയൊന്നും അറിയില്ലല്ലോ ഇത്. വേണ്ട പോളേട്ടാ, പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കണ്ട. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണത്. വാ, നമുക്ക് പോകാം. പ്രിയ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. കൈയെടുക്കടാ. ഇവളുടെ ശരീരത്തിൽ ഒരു പോറലേറ്റ നീ ഇവിടുന്ന് വന്ന കാലം നടന്നു പോയില്ല. നീ ആരടച്ചേറ്റെ അധികാരം കാണിക്കാൻ? കുറെയായി ഞാൻ കാണുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണം നീയാണ്. എക്സ്ക്യൂസ് മീ, ഇതിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ വന്നേ? ഇവൾ എന്റെ ഫ്രണ്ടാണ്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ടോ? ബെഡ് ഫ്രണ്ടോ? നിന്നോട് സംസാരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെ രണ്ടു വഴിയാക്കിയത് നീയാണ്. നിന്റെ വായിൽ നിന്ന് ഇതൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ അധികം നല്ല വിള ചമയണ്ട.
മറ്റൊരുത്തന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിച്ച നീയാണോ അതോ ഞാനാണോ വൃത്തിയിട്ടവൻ? അപ്പോ ഭാര്യ ഉണ്ടായിട്ട് മറ്റൊരുത്തിയെ വെച്ചുകൊണ്ട് നടന്ന നീയോ? പ്രിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്റെ കൂടെപ്പിറപ്പ്. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് നിനക്ക് മനസ്സിലാവില്ല. കാരണം നീ ആരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. നീ മിസ് ചെയ്തു സഞ്ജു ഇവളെ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അറിയാതെ പറ്റിയ ഒരു തെറ്റിൽ പരിഹാരം കാണാനേ ഞാൻ ശ്രമിച്ചുള്ളൂ. അല്ലാതെ വിവാഹം കഴിച്ച പെണ്ണിനെ ചതിക്കാൻ മാത്രം വൃത്തികെട്ടവനല്ല ഞാൻ. നീ നിന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കിയപ്പോ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഇവളെ നിനക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പോ അവൾ ചെയ്തതോ? ഇത്രയും നാൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാ ഞാൻ അവളുടെ പുറകെ പട്ടിയെ പോലെ നടന്നത്. എനിക്കൊന്നും കേൾക്കണ്ട, ഇത് ഇവിടെ വെച്ച് അവസാനിക്കണം. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം. ഞാനൊരു പുതിയ മനുഷ്യനായി മാറാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോഴാണ് ടെസയുടെ കോൾ വരുന്നത്. അവളിൽ എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് കൈവിടാൻ തോന്നിയില്ല. ആ കുഞ്ഞ് എന്ത് വിളിച്ചു? കുഞ്ഞ് മാത്രമായിരുന്നു അപ്പൊ എന്റെ ചിന്ത മുഴുവൻ. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ പ്രിയ എന്റെ ലൈഫിലേക്ക് വന്നേ. പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് കരുതി. എന്നെ മനസ്സിലാക്കിയതുപോലെ എന്റെ കുഞ്ഞിനെയും ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ബട്ട് അതിനധികം ആയുസ് ഉണ്ടായില്ല. എന്റെ താലി കഴുത്തിലിട്ടോണ്ട് നീ എന്നെ ചതിച്ചില്ലേ? ഞാൻ എന്ത് ചതിച്ചെന്നാ പറയുന്നേ? അതിനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ചതിച്ചവനും കൂടെ നിന്നവരും എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആര് ചതിച്ചെന്നാണ് നീ പറയുന്നേ? നിനക്ക് വേണ്ടി ജീവിതത്തിനും മരണത്തിനിടയിൽപ്പെട്ട് പെടാപ്പാടുപെട്ട ഈ പെണ്ണിനെ കുറിച്ചാണോ നീ പറയുന്നേ? നീ അവളെ ഒരുപാട് ഉപദ്രവിച്ചു. ഇനി അവളെ വേദനിപ്പിക്കാനോ സമ്മതിക്കില്ല. ഇനിയെങ്കിലും നിന്ന് നാണം കെടാതെ നിനക്കൊന്ന് ഇറങ്ങി പൊക്കൂടെ? നിങ്ങൾ എന്തൊരു പാരന്റ്സ് ആണ്! ഇങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ട് സ്വന്തം മകനോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? മകന്റെ കൂടെ നിൽക്കാതെ അവനെ കളഞ്ഞു പോയവരുടെ കൂടെ നിൽക്കുന്നു. ബെസ്റ്റ്. ഇവൾക്കൊരു ക്വാളിറ്റിയും ഇല്ല. കേട്ടില്ലേ സഞ്ജു പറഞ്ഞത്? ഇവളുടെ ചതിയെ പറ്റി. ഇവളും തെരുവിൽ മാനം വിറ്റ് നടക്കുന്നവരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നിർത്തിക്കൊള്ളണം. അവളെ പറ്റി ഒരക്ഷരം നിന്റെ വായി നീ വന്ന. സഞ്ജു, നീ എന്നെ അടിച്ചിരുത്താൻ നോക്കണ്ട. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. എനിക്ക് നിന്നിൽ എന്ത് അധികാരം ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പാണിത്. നമ്മുടെ മോൻ. എന്താ ഇവിടെ നടക്കുന്നേ? അകത്തോട്ട് വരാവോ ആവോ? ഇങ്ങോട്ട് വാടാ. എന്താ ടെസ, ഈ സമയത്ത് എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇതാരാ സെബീനിന്റെ കൂടെ? അതാരെനിക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇത് സഞ്ജുന്റെ കൊച്ചിന്റെ യഥാർത്ഥ പപ്പയാ. ഇവളുടെ കൊച്ചിന്റെ തന്ത. വാട്ട്? യു എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? എവിടുന്നോ ആരും വിളിച്ചുകൊണ്ടുവന്ന് എന്റെ കൊച്ചിന്റെ തന്തയാണെന്ന് പറഞ്ഞ ഞാൻ ഈസി ആയിട്ട് നിന്റെ ഫ്രണ്ടിന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു വിചാരിച്ചു. ഒന്ന് അടങ്ങടി. എവിടുന്നെങ്കിലും നിന്റെ കൊച്ചിന്റെ തന്തയാക്കാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യം എനിക്കില്ല. മറ്റു ചിലരെ പോലെ കൊച്ചിന്റെ തന്തയെ മാറ്റി പറയേണ്ട കാര്യവും എനിക്കില്ല. ഇനി നിനക്ക് അത്രയ്ക്ക് ആത്മാഭിമാനം കുത്തുന്നുണ്ടേ നമുക്ക് DNA ടെസ്റ്റ് നടത്താം. ഇനി അതായിട്ട് കുറഞ്ഞു പോയെന്നും വേണ്ട. എന്താ ഇവിടെ നടക്കുന്നേ? നിനക്കിനിയും മനസ്സിലായില്ലേടാ? മറ്റൊരുത്തിന്റെ വിഴുപ്പ് നിന്നെ കൊണ്ട് ചുമപ്പിക്കുമായിരുന്നു ഈ വൃത്തികെട്ടവൾ. സഞ്ജു, വിശ്വസിക്കരുത്. എന്നെ നിന്റെ മുമ്പിൽ മോശക്കാരിയേക്ക് മാറ്റുവാ. നിന്നിൽ നിന്ന് അകറ്റാനുള്ള ഇവരുടെയൊക്കെ പ്ലാനായത്. പിന്നെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഞാൻ പറയാം. എന്താ നിന്റെ കൊച്ചിന് 2 തന്ത ഉണ്ടെന്ന് പറയാൻ പോവാണോ? വാവ് മിസ്റ്റർ സഞ്ജയ്, ഇവിടെ വീണ്ടും എടുത്ത് തലയിൽ വെക്കുമ്പോ ഇവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോർക്കുവാണോ എന്ന് ചെക്ക് ചെയ്തില്ലായിരുന്നല്ലേ? സ്റ്റോപ്പ്. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാ മതി. ഈ കുഞ്ഞ് അതെന്റെയാണോ? സഞ്ജു, എന്താ ഈ പറയണേ? നിനക്കിന് വിശ്വാസമില്ലേ? വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നതിനല്ല ഇവിടെ പ്രാധാന്യം. നീ പറയണം. എനിക്കിതിന്റെ ഉത്തരം നിന്റെ വായിൽ നിന്ന് കേൾക്കണം. ഇല്ലെങ്കിൽ സിബി പറഞ്ഞ DNA ടെസ്റ്റിനെ പറ്റി എനിക്ക് ആലോചിക്കേണ്ടി വരും. വേണ്ടി വരില്ല. DNA ടെസ്റ്റ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇനി നിനക്ക് അതിലും വിശ്വാസമില്ലെങ്കിൽ ഒന്നും കൂടി എടുക്കാം. എത്ര വട്ടം വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ ദാ കൊച്ചിന്റെ തന്തയില്ലേ നിൽക്കുന്നേ, ഇവനോട് ചോദിക്കാം. പറയടാ, ഇത് നിന്റെ കുഞ്ഞല്ലേ? നോണ വല്ലതും പറയാനാണ് ഭാവമെങ്കിൽ നീ ജീവനോടെ ഇവിടെ നിന്ന് പോവില്ല. ഒന്ന് കുഴിച്ചു മൂടില്ല.
അതെ, ഞാൻ സമ്മതിക്കുന്നു. ടെസ, വാ, നമുക്ക് ക്യാഷും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് നിന്നെയും മോനെയും മതി. നമുക്ക് പോവാം, വാ. സഞ്ജു, അതെ, ഈ കുഞ്ഞ് നിന്റെ അല്ല, അവന്റെയാ. എനിക്ക് എനിക്ക് തെറ്റുപറ്റിപ്പോയി. നമ്മൾ തമ്മിൽ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ ഇവനുമായി ഇഷ്ടത്തിലായി. ആ ബന്ധത്തിൽ ഞാൻ പ്രഗ്നന്റ് ആയി. പക്ഷെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റിയില്ല. നിന്നോടുള്ള ഇഷ്ടം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇവന്റെ കൂടെ ജീവിച്ചേ. ഒട്ടും പറ്റാതെ വന്നപ്പോഴാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. സഞ്ജു, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഇവളും ഇതുപോലെ മറ്റൊരുത്തിന്റെ കൂടെ വന്നിട്ടല്ലേ നിന്റെ ലൈഫിലേക്ക് വന്നത്? അവളും ഞാനും ഒരുപോലെയല്ലേ? പറ. നിർത്തടി. ഇനി ഒരക്ഷരം എന്റെ പെങ്ങളെ പറ്റി ആ പുഴുത്ത വായിൽ നിന്ന് വന്നോ, പല്ലടിച്ച് താഴിട ഞാൻ പോളേട്ടാ, എനിക്കറിയണം എല്ലാം. നീ അഭിനയിക്കണടി. സഞ്ജു നിന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വലിയ വായിൽ കരയുന്നുണ്ടായിരുന്നല്ലോ നീ. നീ ആ സമയത്ത് കാണിച്ചത് ആരും കണ്ടുപിടിച്ചില്ലെന്നാണോ നീ കരുതി? ഇവന് വേണ്ടിയിട്ടല്ലേടി നീ സഞ്ജുനെ കളഞ്ഞിട്ട് പോയേ? സഞ്ജു അല്ല പറഞ്ഞെന്നോട്, നീയും ഇവനും തമ്മിൽ രഹസ്യ ബന്ധമായിരുന്നില്ലേടി? ഓഹോ, അപ്പൊ അതായിരുന്നു റീസൺ. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നല്ലേ എന്നോടുള്ള വിശ്വാസം? എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? നമ്മൾ തമ്മിൽ പിരിയുമ്പോ അതിന്റെ റീസൺ പോലും എനിക്കറിയില്ലായിരുന്നു. എന്നെ അവോയ്ഡ് ചെയ്തപ്പോ ഞാൻ കരുതി എക്സും കുട്ടിയുമായിരിക്കും കാരണമെന്ന്. പക്ഷെ ശരിക്കുള്ള റീസൺ ഇതായിരുന്നല്ലേ? പ്രിയ, പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മാരേജ് കഴിഞ്ഞ സമയങ്ങളിൽ നീ എന്നോട് എല്ലാവരെ പറ്റിയും പറഞ്ഞു, എന്നാൽ ഇവനെ പറ്റി മാത്രം എന്നോട് പറഞ്ഞില്ല. എന്റെ ഫോണിലേക്ക് നിങ്ങളുടെ അടുപ്പത്തോടെയുള്ള ഫോട്ടോസ് കിട്ടിയപ്പോ എന്റെ സകല കൺട്രോളും പോയി. ഓൾറെഡി ഒരു പാസ്റ്റ് റിലേഷന്റെ വേദനകളിൽ നിന്ന് ഞാൻ കയറി വരുമായിരുന്നു, എല്ലാം മറന്നുകൊണ്ട്. ബട്ട് കല്യാണം കഴിച്ച പെണ്ണു എന്നെ ചതിക്കുവാണോ എന്നൊക്കെ തോന്നിപ്പോയ നിമിഷത്തിൽ ഞാൻ എന്തോ ചെയ്തു കൂട്ടിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും നീ എന്റെ ലൈഫിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. നീ എന്നെ വിട്ട് പോവരുതായിരുന്നു. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? നിങ്ങൾക്ക് എക്സിൽ ഒരു കുട്ടി ഉണ്ടെന്ന് അറിയുമ്പോ ഞാൻ പിന്നെ കടിച്ചു നോക്കി കിടക്കണമായിരുന്നു. വേണ്ട പ്രിയ, നിന്റെ ജീവിതത്തിലെ ഇരുണ്ട പാസ്റ്റ് ആണെന്ന് കരുതി മറന്നു കളഞ്ഞേക്ക്. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണെങ്കിൽ അത് നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലാണ്. നീ ഒന്ന് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുക. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ വ്യക്തിയെ ഞാൻ അന്നേ വേണ്ടെന്ന് വെച്ചതാ. മോളെ, ഇവനൊരു അബദ്ധം പറ്റിയിട്ടല്ലേ. എന്റെ മോളൊന്ന് ക്ഷമിക്കേ. അമ്മ എന്നെ നിർബന്ധിക്കരുത്. വിവേക്, വാ പോവാം. പ്ലീസ് പോവരുത്. കയ്യിന് വിട്. ഇല്ല, ഞാൻ വിടില്ല. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല പ്രിയ. ഈ വർഷക്കാലം മുഴുവൻ ഞാൻ എങ്ങനെയാ കഴിച്ചു കൂട്ടിയതെന്ന് എനിക്ക് പോലും അറിയില്ല. കൈയെടുക്കടാ. ഈ അധികാരം നിനക്ക് എന്നേ നഷ്ടപ്പെട്ടതാ. ഇനി ഈ കൈ ഇവളുടെ ദേഹത്ത് പതിക്കണമെങ്കിൽ അതിന് ഇവളുടെ അനുവാദം വേണം, മനസ്സിലായോ? അത് പറയാൻ നീ ആരാണ് ഇവളുടെ? ഞാൻ തൊടുകയും ചെയ്യും, കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. കാരണം അങ്ങോട്ട് നോക്ക്, അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ടോ? ഇതിനപ്പുറം എന്തധികാരമാടാ നിനക്കൊക്കെ വേണ്ടേ? നിയമപ്രകാരം ഇവൾ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാ. താലി കെട്ടിയത് കൊണ്ട് മാത്രം ഒരു നല്ല ഭർത്താവ് ആവില്ലടാ. നീ വെയിറ്റ് ചെയ്തിരുന്നോ, ഡിവോഴ്സ് നോട്ടീസ് പിന്നാലെ വരും. അത് പറയാൻ നീ ആരാണോ? മതി, നിർത്തും. എന്റെ പേരിൽ ആരും ഇവിടെ തല്ലി പോടണ്ട. മിസ്റ്റർ സഞ്ജയ്, ഞാൻ ഇനി ആരെ ചൂസ് ചെയ്താലും നിങ്ങളെ ചൂസ് ചെയ്യില്ല, മനസ്സിലായോ? പറഞ്ഞത് കേട്ടല്ലോ, മാറി നിക്കണം. ഹായ്. നിന്നോട് ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞതൊന്നും തലയിൽ കയറിയില്ലേ? എന്റെ പുറകെ വരരുതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവം നടിക്കുവാണോ? ഞാൻ നിന്റെ പുറകെ വന്നു ആര് പറഞ്ഞു? ഞാനിവിടെ പറഞ്ഞുറപ്പിച്ച ഡീലിനെ പറ്റി സംസാരിക്കാനാ വന്നേ. മറന്നോ? എന്റെ കമ്പനിയും ഈ കമ്പനിയും തമ്മിലുള്ള ഡീൽ. നീ എന്ത് വിചാരിച്ചു? ഞാൻ നിന്റെ പുറകെ വന്നതാണെന്നോ? അയ്യോ, വന്നാൽ അത്
ക്ലിയർ ചെയ്ത് പൊക്കോണം, അല്ലാതെ എന്റെ ചുറ്റും ചുറ്റി തിരിയരുത് പ്ലീസ്. ഓക്കെ, എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തോളാം. ഞാനേ ഈ മുന്നോട്ട് വെച്ച കാലങ്ങനെ അത്ര പെട്ടെന്നൊന്നും പിന്നോട്ട് എടുക്കില്ല. വാട്ട്? ഡീലേ. എന്തായി, വല്ലതും നടക്കോ? എവിടുന്ന് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. സിബി പറഞ്ഞത് കൊണ്ട് മാത്രമാ നിന്നോടൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറായി. ഒന്നുമില്ലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ലൈഫിലെ ഒരു വില്ലനായി പോയില്ലേ ഞാൻ. സോറി വിവേക്, ഞാൻ മനസ്സ് തുറന്ന് ക്ഷമ ചോദിക്കുക. എല്ലാം മറക്കണം. അപ്പോ ഇനി എന്താ? ഞാൻ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു. നിന്നെ ഈ ഓഫീസിൽ അവളെ വളക്കാൻ കയറ്റി ഇറക്കി. ബട്ട് നോ യൂസ്. യു നോ, ഷീസ് എ ബോൾഡ് ലേഡി. അവളെയാ നീ വെറുമൊരു ഡൗട്ടിന്റെ പേരിൽ ലൈഫിൽ നിന്ന് ഇറക്കി വിട്ടത്. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറ്റില്ല. എന്തിനും സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാകും കൂടെ. ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പ്രിയയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് തന്റെ ഫ്രണ്ട്ഷിപ്പ്. താങ്ക്സ് ഫോർ എവറിത്തിങ്. അവളെ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. എന്റെ ലൈഫ് അവള് വന്നു ചേർന്നാലേ പൂർണ്ണമാകും. പിന്നെ ഞാൻ ഇന്നു മുതൽ ചാച്ചന്റെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ പോവാ. പക്ഷെ അവിടെ ഈ ദുർമുഖമായിട്ട് കൂടെ കൂടെ വരാൻ നിൽക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? താനെന്താ ഇവിടെ? ഇത് നമ്മുടെ വീടല്ലേ? വാ, അകത്തേക്ക് വാ. അല്ല ഭാര്യ, ഏതാ നമ്മുടെ റൂം? നമ്മുടെ റൂമോ? എന്റെ റൂമിൽ കയറിയ നിന്റെ കാലിന് തല്ലി ഒടിക്കും. വാ അങ്ങോട്ട്. ഓ, എന്നാ പിന്നെ തൽക്കാലം ഇവിടെ കിടക്കാല്ലേ? എന്താ ഒരിക്കൽ ഉപേക്ഷിച്ച സാധനമൊക്കെ വീണ്ടും പൊടി തട്ടിയെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഞാനല്ലല്ലോ,
ഇത് ഉപേക്ഷിച്ചത്. എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത് നീയല്ലേ. ഇനി ഇതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരർത്ഥവുമില്ലെന്ന് തോന്നിപ്പോവാ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സൂക്ഷിച്ചു വെക്കണോ ഉപേക്ഷിക്കണോ? അതിനൊരർത്ഥവും ഇല്ലെങ്കിൽ അതങ്ങ് വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്ക്. ഞോ, അങ്ങനെ എനിക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റില്ല. ചിലപ്പോ ഇതിന്റെ അവകാശി തിരികെ വന്നാലോ? അവകാശിയോ? ഏതവകാശി? എന്തോ താൻ എങ്ങോട്ടാ പോകുന്നേ? അവകാശിയെ തപ്പി പോവാണോ? അല്ല, അറിയാൻ വയ്യാനിട്ട് ചോദിക്കുക. താൻ എന്താ കണ്ണുപൊട്ടനാ? ഈ റിങ്ങിന്റെ അവകാശിയല്ലേടോ തന്റെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്നേ. ഇനി ഇടാനായിട്ട് ഞാൻ പ്രത്യേകം പറയണോ? എന്താ? താൻ ഇടുന്നുണ്ടോ അതോ ഞാൻ ഈ കൈ വേറെ ആർക്കെങ്കിലും ഇടാനായിട്ട് നീട്ടി കൊടുക്കണോ? വേണ്ട, ഞാനിടാ. പ്രിയ, സോറി മോളെ. എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നീ. എന്നോട് ക്ഷമിക്കും. സംസാരിച്ചാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലിട്ട് ഇത്രയും വഷളാക്കിയത് ഞാനാ. ഞാൻ ഒറ്റൊരുത്തനാ. ക്ഷമിക്കും. റിങ്ങിട്ടെന്ന് വെച്ച് അത്രക്കങ്ങ് സന്തോഷിക്കണ്ട. ചിലപ്പോ ഇനി നാളെ എനിക്ക് തോന്നിയ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് പോകും. അടങ്ങി ഒതുങ്ങി ജീവിച്ചാ നിനക്ക് കൊള്ളാം. പ്രിയ, Thank you. I love you. love you too.